Hey, hello guys, it's me, രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ ഡ്യൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന ഐഫോൺ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് iOS 18 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വെറും അപ്ഡേറ്റ് അല്ല, പബ്ലിക് ബെറ്റ അപ്ഡേറ്റ് ആണ്. ഞാനത് വളരെ റിസ്ക് എടുത്ത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഒന്നും നോക്കുന്നില്ല. iOS 18 എങ്ങനെ ഉണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്. ഒരേ ഒരു ഐഫോണേ ഉള്ളൂ, പ്രൈമറി ഡിവൈസ് ആണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യാൻ പോവുകയാണ് പബ്ലിക് ബെറ്റ് ആയതുകൊണ്ട്. അപ്പം എന്തും സംഭവിക്കാം. അപ്പൊ ഞാൻ എന്റെ ഐഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. കുറച്ച് ഞാൻ ഐഫോണിനകത്ത് അല്ലായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇത് വെച്ചെടുക്കട്ടെ. അപ്പോൾ iOS 18 എന്ന് വെച്ചാൽ ഐഫോണിന്റെ ചരിത്രമാണ്. ഐഫോണിന്റെ UI കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് കണ്ടത്. ഐഫോൺ 16 അടുത്ത മാസം ഇറങ്ങുവാണ്. അതിന്റെ കൂടെ ഈ അപ്ഡേറ്റും കൂടി ഇറങ്ങുന്നതാണ്. പക്ഷെ ഞാൻ വളരെ എടുത്തു ചാടിയാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എടുത്ത് പറയേണ്ടതുണ്ട്, നിങ്ങൾ ആരും നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് യൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനും കുറച്ച് റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരേ ഒരു ഐഫോണേ ഉള്ളൂ. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. അഥവാ ഫോൺ എന്തെങ്കിലും സംഭവിച്ചാൽ ശരിയാക്കാനുള്ള പൈസ ഇല്ല. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ഒന്നും വരുത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ ഞാൻ ഇരിക്കുകയാണ്. വളരെ ധൈര്യത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. iOS 18 അത്ര ഭീകരമൊന്നും ആയിരിക്കത്തില്ലല്ലോ അല്ലേ. അപ്പോൾ ഗൈസ്, ആദ്യമേ ചെറിയൊരു വ്ളോഗ് ഉണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് നമുക്ക് കയറാൻ വ്ളോഗ് ചെയ്തു. ഓക്കെ ഗൈസ്, ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോൺ വെച്ച് ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ വ്ളോഗ്. എൻ്റെ അനിയൻ ട്യൂഷന് പോയേക്കുവാണ്. അപ്പോൾ അവൻ തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര മഴ പെയ്യുന്നു. അപ്പോൾ ഞാൻ കാറിൽ അവനെ കൊണ്ട് വിളിച്ചോണ്ട് വരുവാണ്. അത് കഴിഞ്ഞിട്ട് പാല് വാങ്ങിക്കാൻ പോകണം. ഗൈസ്, അപ്പോൾ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഈ ഫോണും കൊണ്ട് നടക്കട്ടെ ഗൈസ്. സമയങ്ങളെല്ലാം ഞാൻ നേരെ പോവാണ്. മമ്മി ചോറ്റുപാത്രം തന്നു പാല് വാങ്ങിക്കാൻ. കേട്ടോട്ടെ. ഓക്കെ മമ്മി. അപ്പോൾ ഗൈസ് നോക്കൂ, നല്ല മഴയാണ്. അപ്പോൾ അവൻ തൊട്ടടുത്ത് തന്നെയാണ് ട്യൂഷൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചോണ്ട് വരട്ടെ. ലെറ്റ്സ് ഗോ. കാറിൽ പോകുന്നതിന് മുമ്പ് ഒരു സാധനം ഓൺ ആക്കണം. ഗൈസ്, സ്പീക്കർ ഉണ്ട് ഇവിടെ. Feel the power. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കാറിലെ സ്റ്റീരിയോ. യോ, ഓക്കെ. ഗിയറിലല്ലോ. ഓക്കെ ഗൈസ്, ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ പവർ സ്റ്റിയറിംഗ് ഇല്ല. കണ്ടോ, നല്ല മഴ ഇതുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു കുളമാണ്. ഈ കുളമൊക്കെ താണ്ടി പോകണം. ഓക്കെ, അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അവന്റെ ട്യൂഷൻ സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. അവന് വിട്ടോന്ന് അറിയില്ല. നമ്മളിങ്ങനെ മഴയത്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. സുഹൃത്തുക്കളെ, അവന്റെ ട്യൂഷൻ വിട്ടില്ല, ഇവിടെ ഇരിക്കുവാണ്. ഞാൻ അപ്പൊ അവന്റെ സാറിനെ ഒന്ന് വിളിച്ചു ചോദിച്ച് ഒരു 10 മിനിറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞ്. അവിടെ ഭയങ്കര അലപ്പൊക്കെ കേൾക്കുന്നേ. ഓക്കെ, അപ്പം അവൻ വരട്ടെ. എന്തൊരു നല്ല ചേട്ടനല്ലേ ഈ മഴയത്തൊക്കെ കാറും ഒക്കെ ആയിട്ട് അനിയച്ചാരെ വിളിക്കാൻ വന്നത്. ചുമ്മാ പാല് വാങ്ങിക്കാൻ ഇറങ്ങിയോണ്ട് മഴയും കൊണ്ട് അവനെ കൊണ്ട് കൊണ്ടുവന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പണി ചെയ്യണം. നമ്മുടെ ഐഫോണിനകത്ത് iOS 18 പബ്ലിക് ബേറ്റ ഡൗൺലോഡ് ചെയ്ത് നോക്കണം. സോ അത് ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഫോണിന്റെ കാര്യമാണ്, അതാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഒരു 200 കൂടുതൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാർഗറ്റ് ആണ്. ഓക്കെ ഗൈസ്, അവനെ പിക്ക് ചെയ്തു. ആയി കൊടുക്കടാ. ഇതാണ് ഗൈസ് ആക്ഷൻ, ബ്രോ ആക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പാല് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ പാല് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. ഓക്കെ, പാല് വാങ്ങിക്കാൻ വന്നു. മീൻ വാങ്ങിക്കാൻ വന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടനെ കണ്ട്. ഹലോ, വ്ളോഗാ. ഇതപ്പോൾ നമ്മൾ അയിലയാണ്. ഏത് മീനാണ് വാങ്ങിക്കുന്നത്? മങ്കടല്ലേ. ഞാൻ അയില വാങ്ങിക്കുന്നത്. ഓക്കെ, നമ്മുടെ കാറ് കിടന്നു. ഓക്കെ, 1 കിലോ നമ്മൾ മീൻ വാങ്ങിച്ചു. ഓക്കെ, പൈസ പേയ്മെന്റ്. ഓക്കെ, ശരി ഗൈസ്, നമ്മൾ മീൻ വാങ്ങിച്ചു. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള ചെറിയ വ്ളോഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫോണിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയുടെ ഒരു ഫോണിലാണ്. അപ്പൊ അതാണ് അതിൻ്റെതായ കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉള്ളൂ. അപ്പൊ ഇതുവരെയുള്ള വീഡിയോ നമ്മൾ ഇതിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിനി iOS 18 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് എൻ്റെ iPhone 30-ൽ. അപ്പോൾ ആദ്യമായിട്ട് iOS 17 ഒന്ന് നോക്കട്ടെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരുന്നത് അതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ഡേറ്റാസൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തുള്ള iCloudനകത്ത് എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതിയ പ്ലാൻ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. 50 GB എത്ര നോക്കട്ടെ, അപ്ഗ്രേഡ് ടു iCloud 50. ഓക്കെ, 75 രൂപയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നാലും ഒന്ന് ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ജനറലിൽ പോയിട്ട് ഇതിനകത്ത് ഇപ്പോൾ കറണ്ട് എത്ര സ്റ്റോറേജ് ഇപ്പോൾ ഉണ്ടോ നോക്കാം. ഓക്കെ ഗൈസ്,
21 സംതിങ് GB ആയിട്ടുണ്ട് സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മാനേജ് സ്റ്റോറേജിനകത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കൂടി കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. കൂടുതൽ എൻ്റെ ഫോട്ടോസൊക്കെയാണ് കൂടി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ടേ ചെയ്യാവൂ. സ്റ്റോറേജൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ iOS 17.8.1 ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. പിന്നെ നേരത്തെ ചെയ്തതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബെറ്റ അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ iOS 18 ബെറ്റ അപ്ഡേറ്റ് കാണാം. എന്നിട്ട് ഈ iOS പബ്ലിക് ബെറ്റ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് ബാക്ക് വരിക. അപ്പോൾ അത് ഇവിടെ വരും അപ്ഡേറ്റ് നൗ ഉണ്ട്, അപ്ഡേറ്റ് ടുനൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു iOS 18 പബ്ലിക് ബെറ്റ എന്ന് പറയുന്ന അപ്ഡേറ്റ് iPhone X തൊട്ട് iPhone 15 Pro Maxകളിലുള്ള എല്ലാ ഫോണുകളിലും ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, നമ്മുടെ ഐഫോണിൻ്റെ ചാർജ് ഒരു 50-ൽ കൂടുതലായിരിക്കണം. എന്നാലേ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു ഇതുണ്ട്, എന്നാലും ഒരു ആത്മവിശ്വാസം ഒന്നും സംഭവിക്കത്തില്ല എന്ന്. കാരണം ഇത് പബ്ലിക് ബെറ്റയാണ്, ചെയ്യാം. അപ്പോൾ പോരെ. അപ്പോൾ ഞാനിത് നമ്മുടെ iOS 18 അപ്ഡേറ്റ് നൈറ്റ് ഫുൾ ഇടുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് iOS 17 ഒന്ന് നോക്കുവാണ്, എല്ലാ കൺട്രോൾ സെൻറ്ററൊക്കെ ഒന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഇതൊക്കെ മറ്റേ എഴുതി കാണിക്കുന്നുണ്ട് ഹലോ എന്നൊക്കെ. അപ്പോൾ ലോക്ക് തുറന്നു, കണ്ടപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ കൊടുത്തോട്ടെ. വെൽക്കം ടു ഐഫോൺ എന്ന് കാണിക്കുന്നു. തുറക്കുവാണ്. എൻ്റെ മോനെ, ഇത് ആപ്പൊക്കെ ഫുള്ള് മാറി, ഫുള്ള് വേറെ രീതി കേട്ടാ. എൻ്റെ കൺട്രോൾ സെൻറ്ററൊക്കെ ഫുള്ള് മാറി, ഭയങ്കര മാറ്റം. ഓ മാൻ, പക്ഷേ ഇതിപ്പോഴും iOS 17 ആ വാൾപേപ്പർ ആയിട്ടിരിക്കുകയാണ്, അത് മാറ്റാം. ഓക്കെ, ഇത് ന്യൂ ഫോട്ടോസ് ആപ്പാണ്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം മാറിയടേ. അങ്ങനെ iOS 18 നമ്മുടെ ഐഫോണിൽ വന്നപ്പോൾ തൊട്ട് ഫുള്ളങ്ങ് മാറ്റമാണ്. എല്ലാം കളറായിട്ടുണ്ടല്ലോ. ലോക്ക് സ്ക്രീൻ ആയാലും ഹോം സ്ക്രീൻ ആയാലും എല്ലാത്തിലും ഫുൾ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾ സെൻറ്ററിലും നമ്മുടെ രീതിയിലാക്കാൻ പറ്റും. ഇത്രയും നാള് എല്ലാവരുടെ ഐഫോൺ ഒരേപോലെ ആയിരുന്നു, അതെല്ലാം വാൾപേപ്പർ അതൊക്കെ ഉള്ള മാറ്റം. പക്ഷേ എല്ലാവരും ഒരേപോലെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവരവരുടെ ഐഫോണ് അവരവരുടെ രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാം. പക്ഷേ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കാണുന്ന പോലെ കുറേ തീം മാറ്റുന്ന അങ്ങനെയുള്ള പരിപാടിയല്ല. എന്നാലും ഒരു ആപ്പിളിൻ്റെതായ ഒരു കസ്റ്റമൈസേഷൻ കൊള്ളാം. പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, എല്ലാം നല്ലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോഴെങ്കിലും ഇത് കൊണ്ടുവന്നത് കാര്യമായി. ഇതിൻ്റെ ബെറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ പബ്ലിക് ബെറ്റ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം, എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി അവരുടെ പുതിയ iPhone 16 ഇറങ്ങുന്നതുകൊണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് iOS 18 അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്, iOS 18.2 എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ എല്ലാവരുടെ ഫോണിൽ കിട്ടത്തില്ല. അത് iPhone 15 Pro Maxലെ ആ ഒരു അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്കില്ല, അത് ശോകം പരിപാടിയാണ്. അതിനകത്താണെങ്കിൽ ഈ സിറിയൊക്കെ പുതിയ രീതിയൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഇതിൽ ഇപ്പോഴും സിറിയൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഈ വോളിയം ബട്ടണിലും പിന്നെ നമ്മുടെ സിറി വേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പവർ ബട്ടണിൽ ഹോൾഡ് ചെയ്യത്തില്ലയോ, അപ്പം നമ്മുടെ ഡിസ്പ്ലേയുടെ ബസലിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാവുന്ന കാണാം. നമ്മുടെ ബസൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാവുന്ന കാണാം. അത് നല്ല രസമുണ്ട്. ഈ ഹിഡൻ ആയിട്ടുള്ള നല്ലൊരു സംഭവമാണത്. പിന്നെ ആപ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം, ലോക്ക് ചെയ്യാം, അതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പുതിയ ഫ്യൂച്ചറാണ് ഐഫോണിൻ്റെ. അപ്പോൾ നോക്കി, ഇത് അടിപൊളിയാണ്. നമ്മുടെ ഈ iOS 18 എന്ന് പറഞ്ഞ ഇത് കണ്ടോ, 2 പുതിയ ചിഹ്നങ്ങൾ കണ്ടോ. ഇത് നെറ്റ്വർക്ക് നമ്മൾ ഓണാക്കി ഓഫ് ആക്കുന്ന ചിഹ്നമാണ്. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് ഇവിടെ തന്നെ ലോക്ക് സ്ക്രീനിൽ തന്നെ കൊണ്ടുവയ്ക്കാം. പിന്നെ ഇത്
ഹാപ്റ്റിക് സൗണ്ട് എന്ന സാധനമാണ്. അത് പുതിയതായിട്ട് iOS 18 വന്നതാണ്. എന്ന് വെച്ചാൽ ആപ്പിൾ മ്യൂസിക്കിൽ മാത്രം നമുക്ക് ചില മ്യൂസിക്കിൽ ഹാപ്റ്റിക് ഫീലിംഗ്, പുതിയ ഹോം സ്ക്രീൻ, ഫുൾ മാറ്റങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ കൺട്രോൾ സെന്റർ അടിപൊളി 2 സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇട്ട് കളിക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കളിക്കാം. കുറെ കളിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ഒക്കെ സൈസ് നമുക്ക് ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം. അടിപൊളി സ്മൂത്ത് ആയിട്ട് ഇതൊക്കെ വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ ആഡ് കൺട്രോൾ കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു പേജ് ഉണ്ടല്ലേ, ഇവിടെ പുതിയതായിട്ട് ഒരു പേജും കൂടി ആഡ് ചെയ്യാം. അതിൽ നമുക്ക് കുറെ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. എല്ലാം സൂപ്പർ, മൊത്തത്തിൽ മാറ്റമായി. ഫുൾ കസ്റ്റമൈസേഷനോടെയാണ് വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ലോ പവർ മോഡ് വീണ്ടും നമുക്ക് ചെയ്യാം. വീണ്ടും ഒരു ലോ പവർ മോഡ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ ലോ പവർ മോഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. എന്തിനാണെന്തോ എത്ര ലോ പവർ മോഡാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാണ്ട്, ഇവിടെ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഓഫ് ആവും. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. രസമാണ്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ഈ വോളിയം കൂട്ടുമ്പോൾ കണ്ടോ, ആ ബെസലിൽ കണ്ടോ ഒരു ഇത് വരുന്നത്, അത് സൂപ്പറാ. പിന്നെ അത് സിറി വേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെയും വരുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ iPhone 13 ആയതുകൊണ്ട് എനിക്കിവിടെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പുതിയ സിറിയൊന്നും ഇല്ല, നമ്മുടെ പഴയ സിറി തന്നെയാണ്. അതുള്ളത് iPhone 15 Pro Maxലേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടില്ലേ, നല്ല രസമുള്ള ഒരു UI ആയി. ഇനി തൊട്ട് ആപ്സ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, കിട്ടില്ല. പിന്നെ മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ കുറേ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെടാൻ ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ആപ്സും കാര്യങ്ങളൊക്കെ ഡാർക്ക് മോഡിൽ വലുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യുവാണ്. ആണ്ട് ഈ ഒരു വാൾപേപ്പറിനെ ആക്കി ഡൺ കൊടുക്കുവാണ്. ഇപ്പം നോക്കിയാണോ ഇങ്ങനെയായി. ഇനി ആദ്യം തൊട്ട് വീണ്ടും ആണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പോയിട്ട് കസ്റ്റമൈസേഷനിൽ ലാർജ് ആക്കണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഫോട്ടോസ് ആപ്പിൽ വൻ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം ഇവിടെ എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോസ് ആപ്പ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ചെയ്യണമെന്ന് അത്രയും തോന്നുന്നില്ല. കണ്ടോ ഞാൻ ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ അലങ്കോലോട്ട് ചെയ്തിട്ട് പിന്നെ റീസെറ്റ് കൊടുക്കുവാണെങ്കിൽ പഴയ പോലെ ആവും. അതുകൊണ്ട് ഞാൻ അതൊന്നും തൊട്ടില്ല. ഓക്കെ, പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഇത് ഓടുന്നുണ്ട്. അതിപ്പോൾ ചെറിയൊരു ഇത് ലാഗ് വന്നതാണ്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ലാഗ് വരും. പിന്നെ ചെറിയ ബഗ് വരാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. കളറങ്ങ് മാറ്റുവാണ്. കണ്ട അവിടെ ചെറിയൊരു ബഗ് വന്നുണ്ടോ, അവിടെ ഒരു ബഗ് വന്നുണ്ടോ. അതൊക്കെ എനിക്ക് ചെറിയായിട്ട് പിടിക്കുന്നില്ല. കാരണം ഇതൊരു ടെസ്റ്റഡ് OS ആണല്ലോ. അതുകൊണ്ട് ഇത് ടെസ്റ്റഡ് OS ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ഇനി അടുത്ത മാസമേ ഉള്ളൂ ഇതിൻ്റെ ഒറിജിനൽ iOS 18 ഇറങ്ങുന്നത്. ഇതിപ്പം ടെസ്റ്റഡ് UI ആണ്. പക്ഷേ നല്ല സ്മൂത്തായിട്ട് തന്നെ എൻ്റെ ഫോണിൽ ഓടുന്നുണ്ട്. ഞാൻ കുറച്ച് പേടിച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. പിന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി, അതാണ് സൂപ്പർ. പിന്നെ നമുക്ക് ആപ്സ് ഹൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറക്കുവാണ്. കണ്ടില്ലേ, ഇവിടെ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് റിക്വയർ ഫേസ് ID കൊടുക്കണം. റിക്വയർ ഫേസ് ID. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫേസ് ID സംഭവം വന്നു. അതെ, ഫേസ് ID ആയി. എന്നിട്ട് ഡോൺ റിക്വയർഡ് ഫേസ് ID കൊടുത്തിട്ട് ഒന്നും കൂടി അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ID കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അത് ഫുള്ള് പോയിട്ടുണ്ട്. കൂടെ അതിനകത്ത് വന്ന നോട്ടിഫിക്കേഷനും എല്ലാം പോയി, ഫുള്ള് ഹൈഡായി. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പേ ഇതിനകത്ത് വരത്തില്ല. പിന്നെ അത് സെർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല. പിന്നെ ആപ്പ് സ്റ്റോറിൽ പോയി നോക്കട്ടെ. ആപ്പ് സ്റ്റോറിൽ പോയി നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അത് കൊള്ളാം. ആപ്പ് സ്റ്റോറിൽ പോയാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടടാ, ഇതൊക്കെയാണ് എൻ്റെ ബുദ്ധി. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പോയി. പിന്നെ അത് കാണുന്നില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് വരിക. എന്നിട്ട് ഏറ്റവും താഴെ പോകുമ്പോൾ ഇവിടെ ഹിഡൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് വേറെ ആൾക്കാർ ഇവിടെ തൊടുമ്പോൾ ഒന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ID ഒന്നായിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാം വരും. എൻ്റെ ഡാഡിയുടെ മമ്മിയുടെ ഫോട്ടോയാണ്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലെ. ഇൻസ്റ്റാഗ്രാമേ നീ ഇവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് നിൽക്കാം. ഓക്കെ, എന്നിട്ട് ഇത് തിരിച്ച് മാറ്റണമെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വരും. എന്നിട്ട് അൺഹൈഡ് ചെയ്യുക. ഡോണ്ട് റിക്വയർ ഫേസ് ID കൊടുക്കണം. അപ്പോൾ അത് പോവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പഴയ പോലെ അവിടെ ഇൻസ്റ്റാ അത് അവിടെ നിന്ന് പോയതാണ്. നമുക്കിവിടെ തന്നെ കൊണ്ടുപോയിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോരോ കൊച്ചു കളികൾ. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം കണ്ട, എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഞാൻ iOS 18 എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ അടുത്ത് ഞാൻ അടിച്ചേൽപ്പിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി സെപ്റ്റംബർ മാസം അവരുടെ പുതിയ iPhone 16 ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ iOS 18 ഇത് ഒറിജിനൽ അക്കൗണ്ട് കിട്ടും. അതേ ഇപ്പം iOS 18.0 ഇത് കിടക്കുന്നത്, പബ്ലിക് ബെറ്റ. പിന്നെ സെറ്റിംഗ്സിലൊക്കെ കുറേ മാറ്റം വന്നു. പിന്നെ എനിക്കാണ്ട് ഈ സൗണ്ട്, ഈ മ്യൂസിക് ഹാപ്റ്റിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട്. സാമ്പിൾ കാണിക്കാം. ആ മ്യൂസിക്കിനനുസരിച്ച് എൻ്റെ ഫോൺ വൈബ്രേറ്റ് ആവുന്നുണ്ട്. ഇത് കൊള്ളാം.
പിന്നെ എത്ര നാളും കൊണ്ട് കാത്തിരുന്നത്. അത് നല്ല വൈബ്രേറ്റ് ആവുന്നുണ്ട്. നിങ്ങളെ എങ്ങനെ അറിയിക്കുന്നത്? അതെ, മ്യൂസിക് ഹാപ്റ്റിക്സ് ഒന്ന് കാണിച്ചു തരാം. ഇത് ആപ്പിൾ മ്യൂസിക്കിനകത്ത് മാത്രമേ ഉള്ളേ എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത്. സ്പോട്ടിഫൈനകത്തൊന്നും ഇല്ല. ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ടോണേ. കണ്ടോ? കണ്ടോ ഒരു വൈബ്രേഷൻ കേട്ടോ? നല്ല രസമുണ്ട് ഫോണിനകത്ത് പിടിച്ചുകൊണ്ടിരിക്കാൻ. ആ മ്യൂസിക്കിനനുസരിച്ചുള്ള സൗണ്ടാണ്. പക്ഷെ ഭയങ്കര പക്കയെന്ന് പറയുന്നില്ല, എന്തായാലും കൊള്ളാം. പറഞ്ഞ ആൻഡ്രോയിഡ് ഫോണായി. അങ്ങനെ അടിമുടി മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കളർഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം ഇവർ കൊണ്ടുവന്നത്. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നല്ലേ. അപ്പോൾ എൻ്റെ തന്നെ ഞാനൊരു പുതിയൊരു ഐഫോൺ വാങ്ങിച്ചൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ടെസ്റ്റഡ് UI ആയതുകൊണ്ട് കുറച്ച് ഇതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബഗ്ഗൊക്കെ ഉണ്ട്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ചുമ്മാ നിൽക്കുക ഓഫ് ആവത്തില്ല. അത് ഐഫോണിൻ്റെ ഒരു കളിയാണ്. ഇവിടെയും ഹോൾഡ് ഇങ്ങനെ ചെയ്ത് പിടിക്കാം. ഹോൾഡ് പിടിക്കുമ്പോൾ സ്ലൈറ്റ് ഓഫ്. പക്ഷേ ഐഫോൺ ഈസ് ഫൈൻഡബിൾ ആണ്. പ്രൈവസി മാൻ. പിന്നെ ക്യാൻസൽ കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ലോക്ക് തുറന്ന് കയറേണ്ടി വരും. കൊള്ളാം, ഫുള്ളങ്ങ് ഒളിച്ചു കളിയാണ് ഗൈസ് ഈ ഐഫോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഇത് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തതെന്ന് പറയില്ല, ഉള്ളൊന്നും പറയില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ആപ്പിൾ തന്നെ ഇറക്കുന്നതാണ്, പബ്ലിക് ബെറ്റയാണ്. പക്ഷേ പറയാൻ പറ്റത്തില്ല, ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂ എല്ലാം വന്നാൽ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എൻ്റെ 13 ആണ്, ഇതിനകത്ത് എങ്ങനെയാണ് ശരിയായി. അപ്പോൾ ഞാൻ അതിപ്പോൾ ചെയ്തിട്ട് 2-3 ദിവസമായി ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സീ യു ഗൈസ്.